45 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു സമൂഹം കൂടി നമുക്കുണ്ട്. ആയിരക്കണക്കിന് വിദ്യാലയങ്ങളുണ്ട്. എല്ലാ ഗ്രാമത്തിലുമുണ്ട് വിദ്യാലയങ്ങൾ. അവിടെയുണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ. സത്യത്തിൽ പദ്ധതിയുടെ ഭാഗമായി, കരിക്കുലത്തിൻ്റെ ഭാഗമായി ഈ ഗ്രാമീണ സൗന്ദര്യവൽക്കരണത്തിന് ചുമതല ഈ സ്കൂളുകളെ ഏൽപ്പിച്ചാൽ ആഴ്ചയിലെ ഏതാനും പീരീഡുകളെങ്കിലും ഓരോ ക്ലാസ്സിനും അവർക്ക് അനുവദിച്ചിരിക്കുന്ന പ്രദേശം, ആ ഗ്രാമത്തിൻ്റെ ഭൂപ്രദേശം, വഴിയോരങ്ങൾ വൃത്തിയാക്കി സൗന്ദര്യവൽക്കരിച്ച് അനുശാസിക്കുന്ന ഒരു രൂപത്തിൽ മാറ്റിയെടുക്കുന്നതിന് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്താൽ, അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിയാൽ തീർച്ചയായും കേരളം മുഴുവൻ ഉദ്യാനമായി മാറും. ഞാൻ ബാലിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബാലിയിലെ ചില ഗ്രാമങ്ങളിൽ കുട്ടികൾ ചൂലുമായി സ്കൂളിൽ പോകുന്നത് കണ്ട കഥ ഞാൻ പറഞ്ഞിരുന്നു. അവിടെയൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പൗരബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള പരിശീലനം കൂടിയാണ് നൽകുന്നത്. പൗരബോധം എന്നാൽ സ്വന്തം ഗ്രാമവും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക, സൗന്ദര്യവൽക്കരിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുക. ഇത് വിദ്യാർത്ഥികളുടെ ഒരു കടമയാക്കി മാറ്റണം. അതിന് അവർക്ക് ഗ്രേസ് മാർക്ക് നൽകണം. ഏറ്റവും ഭംഗിയായി ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10 മാർക്ക് കൂടുതൽ കൊടുക്കുന്നത് എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? ചാടുന്നവനും ഓടുന്നവനും പാടുന്നവനും മാർക്ക് കൊടുക്കാമെങ്കിൽ പ്രകൃതി സ്നേഹം പ്രാവർത്തികമാക്കുന്നതിന്, സൗന്ദര്യവൽക്കരണം നടപ്പാക്കുന്നവന് എന്തുകൊണ്ട് മാർക്ക് നൽകിക്കൂടാ? അപ്പോൾ അത്തരം പാഠ്യപദ്ധതികൾ വരുമ്പോൾ പുതിയൊരു സംസ്കാരം ഇവിടെ രൂപപ്പെടും. സിവിക് സെൻസ് എന്നത്, പൗരബോധം എന്നത് വിദ്യാർത്ഥികളുടെ മനസ്സിൽ പതിയും. കുട്ടികൾ വൃത്തിയാക്കിയിട്ടിടത്തേക്ക് അവരുടെ മാതാപിതാക്കൾ മാലിന്യം വലിച്ചെറിയാതിരിക്കും. അപ്പോൾ പുതിയൊരു സംസ്കാരമുള്ള, പുതിയൊരു കാഴ്ചപ്പാടുള്ള, പുതിയൊരു സൗന്ദര്യമുള്ള മനോഹരമായൊരു കേരളത്തെ ഈ കോവിഡാനന്തര കാലത്തിൽ നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി വരുന്ന കുതിപ്പിന്, ഇനിയുള്ള വളർച്ചയ്ക്ക് നമുക്ക് പ്രാപ്തിയുണ്ടാവൂ. അതിന് നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.